ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. നിങ്ങളെ സ്വന്തം വരുൺ സാർ ആണ്. മക്കളെ, നിങ്ങളെ എക്സാംസ് ഒക്കെ എങ്ങനെ പോകുന്നുടാ? എല്ലാവരും നല്ല അടിപൊളിയായി എഴുതുന്നുണ്ട് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഫിസിക്സ് എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് ആ ടോപ്പിക്? യെസ്, ഇറ്റ് ഈസ് വേസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? യെസ്, പറടാ. ഇറ്റ് ഈസ് ബൈ യൂസിങ് വീൽസ് അല്ലെ? ചക്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അല്ലെ? ഇപ്പൊ ഈ ഒരു വസ്തു എന്ത് ചെയ്യുന്നു? യെസ്, ഗ്രൗണ്ടിലെ കൂടി അല്ലെങ്കിൽ നിലത്തെ കൂടി എന്ത് ചെയ്യുന്നു? ഇതാ ഇങ്ങനെ നിരങ്ങിക്കൊണ്ട് പോകുന്നതിനേക്കാൾ ഞാൻ ഇതിന് ചക്രങ്ങൾ കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും ഇത്? യെസ്, എളുപ്പത്തിൽ എന്ത് ചെയ്യും? എളുപ്പത്തിൽ മൂവ് ചെയ്യും അല്ലെ? യെസ്, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഘർഷണം കുറക്കാലോ. സോ ഒരു മെത്തേഡ് എന്താണ്? ബൈ യൂസിങ് വീൽസ്. ഓക്കെ, ചക്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്താണ്? സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരഹിതമാക്കൽ. എന്താണ് ഈ സ്ട്രീം ലൈനിങ് എന്ന് വെച്ചാൽ? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ എയറോപ്ലെയിനും അതേപോലെ നമ്മളെ ഷിപ്പ് അതേപോലെ റേസിംഗ് കാർസ്, ഇതിൻ്റെ ഒക്കെ ഷേപ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എയറോപ്ലെയിൻ്റെ ഒക്കെ ഷേപ്പ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മളെ പക്ഷികളുടെ ഷേപ്പ് പോലെ ഉണ്ടാവും അല്ലേ? പക്ഷികളെ ഷേപ്പ് പോലെയാണ് ഈ എയറോപ്ലെയിൻ ഒക്കെ നിർമ്മിക്കുക. ഇനി അതേപോലെ തന്നെ ഈ ഷിപ്പിൻ്റെ ഒക്കെ ഷേപ്പ് നോക്കിയാൽ ചിലപ്പോൾ ഫിഷിൻ്റെ പോലെ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എയർ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ സ്ട്രീം ലൈനിങ് അഥവാ ധാരാരഹിതമാക്കൽ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ്? നമ്മൾ വസ്തുക്കൾക്ക് എന്ത് കൊടുക്കുന്നു? ഒരു പ്രത്യേക ഷേപ്പ് കൊടുക്കുന്നു. ഓക്കെ, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ എന്താണ്? ബൈ യൂസിങ് ലുബ്രിക്കൻസ് അല്ലേ? നിങ്ങളിൽ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും? യെസ്, സൈക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സൈക്കിൾ കടയിൽ പോയാൽ അവിടുത്തെ ആൾ എന്ത് ചെയ്യും? യെസ്, ചെയിനിൽ ഇതുപോലെ ഒരു സാധനം എന്ത് ചെയ്യും? ഇങ്ങനെ ഒഴിച്ചു തരും അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ചവിട്ടാൻ നല്ല സ്മൂത്ത് ആയിരിക്കും. യെസ്, അപ്പോ എന്താണ് ഈ ലുബ്രിക്കൻസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്നേഹകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഓയിൽ ഒന്ന് നമുക്ക് പറയാം, ഓയിൽ. അതേപോലെ ഇതാ ഈ താഴെ തന്നിരിക്കുന്ന ഇതെന്താണ് സാധനം? നിങ്ങളെ അച്ഛൻ്റെ ബൈക്ക് അല്ലെങ്കിൽ അമ്മേൻ്റെ സ്കൂട്ടി, ഇതിനൊക്കെ ബ്രേക്ക് നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. ആ ബ്രേക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണാൻ പറ്റും അല്ലേ? എന്താണ് ഈ സാധനം? യെസ്, ഇത് ഗ്രീസാണ്. ഓക്കെ, ഗ്രീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പല മെഷീൻസിലായാലും എന്തുണ്ട്? നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലുബ്രിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോക്കനട്ട് ഓയിൽ. ഓക്കെ, കോക്കനട്ട് ഓയിൽ ഒരു ലുബ്രിക്കൻ്റ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ ലുബ്രിക്കൻസ് അല്ലെങ്കിൽ സ്നേഹകം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലടാ? ഓക്കെ, ഇതും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടല്ലോടാ. ഇനി നാലാമത്തെ മെത്തേഡ് നോക്കാം, ബോൾ ബിയറിങ്സ്. ഓക്കെ, ബോൾ ബിയറിങ്സ് ഏതാണ്? ഇതാണ് ബോൾ ബിയറിങ്സ്. ഓക്കെ, ഇതെന്താണ്? ഇത് നീഡിൽ ബിയറിങ്സ് ആണ്. ഞാൻ ഇവിടെ എഴുതാം, നീഡിൽ ബിയറിങ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിയറിങ്സ് എന്താണ് സാധനം? എന്താണ് ഈ ബിയറിങ്സ്? നിങ്ങൾ ഈ ബിയറിങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ബോൾ ബിയറിങ് ഇതാണ് കേട്ടോ. ഇതാ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് കുറേ ബോൾസ് ആണുള്ളത്, അതുകൊണ്ട് ഇതിന് നമ്മൾ ബോൾ ബിയറിങ് എന്ന് പറയും. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേ സൂചി പോലെ കാണാം ഇല്ലേ? ഇതാ ഇതുപോലെ. അപ്പോൾ ഇതിനെ നമ്മൾ നീഡിൽ ബിയറിങ്സ് എന്ന് വിളിക്കും. സോ എന്താണ് ഈ ബിയറിങ്സ്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പിന്നർ നിങ്ങൾക്ക് കടയിൽ കാണാൻ പറ്റിയ സ്പിന്നർ ഇല്ലാടോ, ഒരിക്കൽ തിരിഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ബിയറിങ്സ് കാണാൻ പറ്റും ചെറിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരിക്കൽ ജസ്റ്റ് നിങ്ങൾ തൊട്ട് കൊടുത്താൽ മതി, എന്ത് ചെയ്യും? അത് കുറേ നേരത്തേക്ക് എന്ത് ചെയ്യും? യെസ്, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കും അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതും എന്താണ്? ഇതും ഒരു മെത്തേഡാണ്. ബിയറിങ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഘർഷണം കുറയ്ക്കാം കേട്ടോ. ഇനി അവസാനത്തെ മെത്തേഡ് എന്താണ്? പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ? പുതിയൊരു വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോർ എന്ത് ചെയ്യും? അതിൻ്റെ ഫ്ലോറിലുള്ള മാർബിൾ അല്ലെങ്കിൽ ടൈൽസ് എന്ത് ചെയ്യും? യെസ്, ഇതുപോലെ എന്ത് ചെയ്യും? പോളിഷ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് മേണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മുഖമൊന്നും ഇതിൽ കാണാൻ പറ്റൂല. പക്ഷേ ഇത് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നടന്നു പോയാൽ ചിലപ്പോൾ വഴുതി വീഴും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ ഒരു സർഫേസ് പോളിഷ് ചെയ്താലും എന്താണ്? നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും, ഘർഷണം കുറയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോടാ? സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന്
ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ് 2 മെത്തേഡ്സ് എഴുതുക എന്ന് കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതല്ലോ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.